Hello friends, welcome back to my channel SSA Cooking World. നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത് ഈ ചൂട് കാലത്ത് ഏറ്റവും ഉത്തമമായ ഒരു ജ്യൂസ് ആയിട്ടാണ്. അത് ലെമണേഡ് ആണ് കേട്ടോ. ലെമൺ ജ്യൂസാണ്. അത് വ്യത്യസ്തമായ രീതിയിലാണ് ഉണ്ടാക്കുന്നുള്ളത്. അപ്പോൾ ഈ റെസിപ്പിയിലേക്ക് കടക്കുന്നതിന് മുമ്പായി നമ്മളുടെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഏതെങ്കിലും കൂട്ടുകാർ എവിടെയെങ്കിലും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. ഇതിനു വേണ്ടി ഞാൻ അടിച്ചിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ് 1/2 ടീസ്പൂൺ സാൾട്ട്, 2 ലെമണും 1 ഗ്രീൻ ചില്ലി പച്ചമുളക്, പിന്നെ ഒരു പിടി പുതിനയിലയാണ് എടുത്തിട്ടുള്ളത്, പിന്നെ ഐസ് ക്യൂബ്സ്, പിന്നെ 4 ടേബിൾ സ്പൂണ് ഷുഗർ, ആവശ്യത്തിനുള്ള വെള്ളം. അത്രയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. മിക്സിയുടെ ബ്ലെൻഡറിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾക്ക് ആദ്യം ഇട്ട് കൊടുക്കുന്നുള്ളത് മിൻറ്റ് ലീവ്സാണ് കേട്ടോ. പുതിനയില അത് ആദ്യം ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഇതിലേക്ക് ഐസ് ക്യൂബ്സാണ് ഇട്ട് കൊടുക്കുന്നുള്ളത്. അപ്പോൾ ഈ ഐസ് ക്യൂബ്സ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ പുതിനയിലയുടെ കളറ് മാറാതിരിക്കാൻ വേണ്ടിയിട്ടും കൂടിയാണ്, നല്ല തണുപ്പും കൂടി കിട്ടാൻ. ഇത് ഉപ്പാണ് കേട്ടോ. അത് പാകത്തിന് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ 1/2 ടീസ്പൂണാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇത് 4 ടേബിൾ സ്പൂൺ ഷുഗർ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഷുഗറൊക്കെ നമ്മളുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കാവുന്നതേ ഉള്ളൂ. 2 ലെമണാണ് ഞാനിവിടെ സ്ക്വീസ് ചെയ്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുള്ളത്. അപ്പോൾ രണ്ടും പിഴിഞ്ഞ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമ്മൾക്ക് ഇതിലേക്ക് പാകത്തിനുള്ള വെള്ളം, അത് തണുത്ത വെള്ളമാണെങ്കിൽ അങ്ങനെ, മറ്റേ നോർമൽ വാട്ടർ ആണെങ്കിൽ അങ്ങനെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് 1 ചില്ലിയാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുക്കുന്നുള്ളത്, 1 പച്ചമുളക്. അപ്പോൾ ഇത്രയും ഇട്ടാൽ മാത്രമാണ് ഇതിന് ടേസ്റ്റ് പെർഫെക്റ്റ് ആയിട്ട് കിട്ടുന്നുള്ളത്. 2 കപ്പ് നോർമൽ വാട്ടറാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചെടുക്കുന്നുള്ളത്. അപ്പോൾ നമ്മൾക്ക് ഇതിനായിട്ടും ക്വാണ്ടിറ്റി കൂടുതൽ ആവശ്യമുണ്ടെങ്കിൽ ഒരുപാട് നമ്മൾക്ക് ഇതിൻ്റെ ഡബിൾ ക്വാണ്ടിറ്റി ആയിട്ട് സാധനമൊക്കെ എടുത്താൽ മതി, ഇതിൻ്റെ ഇൻഗ്രീഡിയൻസൊക്കെ. എന്നിട്ട് നമ്മൾക്ക് ഇതുപോലെ ചെയ്തെടുക്കാം, സെയിം മെത്തേഡിൽ തന്നെ. എന്നിട്ട് നമ്മൾക്ക് ഇതിനെ നല്ല പോലെ ബ്ലെൻഡ് ചെയ്തെടുത്തിട്ട് വരാം. അപ്പോഴേക്കും നമ്മളുടെ സ്വാദിഷ്ടമായ മിൻറ്റ് ലെമണേഡ് ഇവിടെ റെഡിയായി കിട്ടുന്നുണ്ട്. ഈ ചൂടിന് നല്ലൊരു ദാഹശമനിയും കൂടിയാണ് കേട്ടോ ഇത് ദഹനത്തിനും അതുപോലെ തന്നെ നമ്മളുടെ ഡയറ്റിനും വേണ്ടിയിട്ട് യൂസ് ചെയ്യാവുന്ന ഒരു ലെമണേഡ് കൂടിയാണ്. നമ്മൾക്ക് ഈ ലെമണേഡ്, നാരങ്ങ വെള്ളം ഇത്രയ്ക്കും രുചിയോടെ നിങ്ങൾ ഇതുവരെ കഴിച്ചിട്ടുണ്ടോ, കുടിച്ചിട്ടുണ്ടോ? ഒന്ന് കമൻറ്റ് പറയണം കേട്ടോ. ലെമണും അതുപോലെ തന്നെ മിൻറ്റ് ലീവ്സും വീട്ടിൽ കയ്യിൽ ഇപ്പം ഉണ്ടെങ്കിൽ ഇപ്പം തന്നെ ഉണ്ടാക്കിയിട്ട് നോക്ക്. അത്രയ്ക്കും രുചിയാണ്, ഒന്നും പറയാനില്ല. എല്ലാവരും ഉണ്ടാക്കിയിട്ട് നോക്കണം, ഇത് ഉറപ്പായിട്ടും. എൻ്റെ ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ കൊടുക്കാനും മറക്കല്ലേ. ഇനിയും ഒരുപാട് പുതിയ റെസിപ്പീസുമായും കിച്ചൺ ടിപ്സുമായും നിങ്ങളുടെ മുമ്പിൽ വരുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.